കാസർഗോട്ടുകാരുടെ സ്വന്തം ചാനലായ KL14 മലബാർ വെഡ്ഡിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് മയോണൈസ് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അധികം പേർക്കും ഈ റെസിപ്പി ഉണ്ടാക്കാൻ അറിയാം, എന്നാലും കുറേ ആൾക്കാർക്ക് ഇപ്പോഴും ശരിയായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അറിയാത്ത എൻ്റെ എല്ലാ ചങ്ങായിമാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. ഇതിൽ പറയുന്ന ഓരോ പോയിൻറ്റും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം മയോണൈസ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, മുട്ട ഫ്രിഡ്ജിൽ വെച്ചതാവാൻ പാടില്ല. പിന്നെ മിക്സിൻ്റെ ജാർ എടുക്കുന്ന സമയത്ത് ചട്നി ജാറുണ്ടല്ലോ, ചെറിയ ജാറ്, അത് എടുക്കണം. അത് നല്ല പോലെ തുടച്ചിട്ട് ഉണക്കിയിട്ട് എടുക്കണം. ഒരു മുട്ടയ്ക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, അത്ര തന്നെ കുരുമുളക് പൊടി, അത്ര തന്നെ പഞ്ചാര, അത്ര ഇട്ട് കൊടുത്ത പിന്നെ 2 അല്ലി വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞ പിന്നെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഫുള്ള് സ്പീഡിൽ 15 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. 15 സെക്കൻഡിന് ശേഷം ഇതിലേക്ക് റിഫൈൻഡ് ഓയിലാണ് ചേർക്കേണ്ടത്. ഫ്ലേവറുള്ള എണ്ണ ചേർക്കേണ്ട. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് എണ്ണ എടുത്തിട്ട് അതിൻ്റെ 4ൽ 1 ഭാഗം ആദ്യം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഫുള്ള് സ്പീഡിൽ 15 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്ത് ഇപ്പോൾ രണ്ടാമത്തെ ഭാഗം ഒഴിച്ചിട്ടും ഫുള്ള് സ്പീഡിൽ തന്നെ നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുത്ത് ഇപ്പം തന്നെ മയോണൈസിനൊരു പരുവായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഭാഗവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫുള്ള് സ്പീഡിൽ 15 സെക്കൻഡ്, കൂടുതലൊന്നും ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. 15 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്ത് ഇപ്പം തന്നെ കറക്റ്റായിട്ടുള്ളൊരു മയോണൈസിൻ്റെ പരുവായിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയെങ്കിൽ ബാക്കി എണ്ണ ഒഴിക്കേണ്ട. ഞാൻ ഫുള്ള് ഒഴിച്ചിട്ട് കുറച്ച് കട്ടിക്കാക്കി എടുക്കുന്നുണ്ട്. 4ാമത്തെ ഭാഗവും ഫുള്ള് ഒഴിച്ചു കൊടുത്ത് ഇനി വീണ്ടും 15 സെക്കൻഡ് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ മയോണൈസ് കാണിച്ചു തരാം. അപ്പോൾ പറയുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ 15 സെക്കൻഡ് കഴിഞ്ഞിട്ടും നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കണം. കറക്റ്റ് പരുവത്തിൽ മയോണൈസ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രമാത്രം ശ്രദ്ധിക്കേണ്ടത്. 15 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയം 15 പ്രാവശ്യം എണ്ണയാൽ മതി. സാവധാനത്തിൽ 15 പ്രാവശ്യം എണ്ണിയാൽ 15 സെക്കൻഡായി. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഈ 125 ml എണ്ണ ഉണ്ടല്ലോ, 4 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഒറ്റയടിക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മയോണൈസ് കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനവും ഫ്രിഡ്ജിൽ വെച്ചതാവാൻ പാടില്ല. ഇനി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ മയോണൈസ് ശരിയാവാത്ത കുറേ ചങ്ങായിമാരുണ്ടാവല്ലേ, ഓർലിപ്പന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്ക്. ഒരു മുട്ടയും 1/2 കപ്പ് എണ്ണയും മതി. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ വിവരം എനിക്ക് അറിയിക്കണം. കമൻറ്റ് ഇപ്പം തന്നെ ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.